ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇട്ടപ്പോൾ അലീന എന്നോട് പറഞ്ഞു, ചേട്ടാ പ്ലീസ് ആ DP ഒന്ന് മാറ്റുക, അപ്പൊ കുറച്ച് കൺഫ്യൂഷൻ മാറി കിട്ടുന്നത്. അപ്പൊ അലീന പറഞ്ഞതനുസരിച്ച് നമ്മൾ നമ്മുടെ DP മാറ്റിയിട്ടുണ്ട്. പുതിയ DP എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ വന്നൊന്ന് പറയാം. സംസാരിച്ചധികം സമയം കളയുന്നില്ല. ബിഗ് ബോസ് സീസൺ 6 പ്ലസ് എപ്പിസോഡ് 34 ഡേ 47 റിയാക്ട് ചെയ്തിട്ട് വരാം. എന്നോട് പറയാനുള്ളത് നീ എൻ്റെ അടുത്ത് പറ. പ്ലസ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജബ്രീനെ കാണിച്ചുകൊണ്ടാണ്. എന്റെ പൊന്ന് ബിഗ് ബോസ്, ഇത് കഴിഞ്ഞില്ലേ? സ്പേസ് തന്നില്ല നീ പറയരുത്. എനിക്ക് ഈ ടോപ്പിക് ഇനിയും സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. എന്നാലും എപ്പിസോഡിൽ കാണിച്ചതുകൊണ്ട് പറയാം. ജാസ്മിൻ വന്ന ഗബ്രീനോട് പറയാണ്, എന്താ കൂട്ടാ നിന്റെ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? ഇന്നായിട്ടും നീ ഓക്കെ ആവുന്നില്ല. ഓക്കെ ആവടാ. മൈൻഡ് പോയി. എങ്ങോട്ട് പോയി? ഞാനാണ് കാരണക്കാരി എന്നുള്ളതാണ് എനിക്ക് കയറുന്നത്. ജാസ്മിനെ, നീയാണ് കാരണക്കാരി എന്നുള്ള രീതിയിൽ ഗബ്രി പെരുമാറുമ്പോ നീ അല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് കാണിക്കുന്ന ഒരു പൊറോട്ട നാടകമല്ലേ ഇത്? അതില്ലെങ്കിൽ നീ ആയിട്ട് വന്ന് മിണ്ടൂന്ന്. എന്റെ ജാസ്മിനെ ഇങ്ങനെ കെഞ്ചാതെ അല്പം സെൽഫ് റെസ്പെക്ട് ഉള്ളത് വളരെ നല്ലതാ. ഞാൻ മാറാം. പ്ലീസ് മാറ്. എടി വരുവോ ഒരു 5 മിനിറ്റ്? ശ്രീധു വന്ന് നമ്മുടെ ജാസ്മിനെ കിച്ചൺ ഡ്യൂട്ടിക്ക് വിളിച്ചു. അപ്പൊ ജാസ്മിൻ, എടി ഞാനിപ്പോ വന്നല്ലോ, ഒരു 5 മിനിറ്റ്, ഞാൻ ഇന്നലെ ഒന്നും ഇവനോട് സംസാരിച്ചില്ലല്ലോ. എടി ഞാൻ ഇന്നലെ തൊട്ട് എവിടെയാടി സംസാരിച്ചുള്ള? ജോലി സമയത്ത് ജോലി എടുക്കണം, അല്ലാതെ അതിനിടക്ക് ലൂസ് ടോക്കിന് പോരുത്. 5 മിനിറ്റ് എടി, ഇപ്പൊ വരാം. നീ എല്ലാ ടൈമിലും ഇതാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീധു ബി ലൈക്ക് ജാസ്മിനെ തമിഴിനെ കൊണ്ട് തെറി പറയിപ്പിക്കരുത്. ഇപ്പൊ വരാം. അവിടെ ഇരുന്നല്ലോ അവർ കൂടെ. അത് കഴിഞ്ഞ് ശ്രീധു പോയി പവർ ടീമിനോട് പറഞ്ഞിട്ട് പവർ ടീം എല്ലാവരും വന്ന് ജാസ്മിനെ കിച്ചണിലേക്ക് വിട്ടു. ഷെയർ ചെയ്യും. ഷെയർ ചെയ്യാനൊന്നുമില്ല, വെറുതെ വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചോണ്ടിരുന്നു. ശ്രീരേഖ വന്ന് ഗബ്രിയുടെ അടുത്തിരുന്നിട്ട് പറയണ, കുട്ടാ എന്താ നിന്റെ വിഷമം? ഗബ്രി, എനിക്ക് വിഷമമൊന്നുമില്ല, അവൾ ഓരോന്ന് സംസാരിക്കായിരുന്നു. ഇത്ര മനോഹരമായ സ്ഥലം. ഓക്കെ ചേച്ചി, വളരെ മനോഹരം തന്നെ. മോർണിംഗ് ആക്ടിവിറ്റി ഇന്ന് അത് കഴിഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. നിങ്ങൾ കപ്പടിക്കുമ്പോ പറയാൻ പോകുന്ന പ്രസംഗവും കൂടെ ആര് റണ്ണറപ്പ് ആവണമെന്നും റണ്ണറപ്പ് ആയിട്ട് നിൽക്കുന്ന ഗബ്രിക്ക് ജാസ്മിൻ ആരെ പറയണെന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗബ്രി തന്നെ ആയിരിക്കും. അതിന് കപ്പടിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ വിചാരിച്ചു ഗബ്രി കൊണ്ടുപോകുന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. എല്ലാം ഗബ്രിയുടെ മിടുക്ക. സിദ്ധാർത്ഥനോട് എനിക്ക് ഒരുപാട് നന്ദിയും, ഇതാണ് തലക്കെട്ടൊക്കെ കൊണ്ട്. റസ്മിനോട് ഒരുപാട് നന്ദിയും. അതുവരെ എന്നെ ഒരു റസ്മിൻ നോറ ഇപ്പൊ എന്റെ പേര് പറയും റണ്ണറപ്പ് ആയിട്ട്. റണ്ണറപ്പ് ആയിട്ട് നിൽക്കുന്നത് സായി ആയിരിക്കും. ഒരുപാട് നന്ദി സായി. ഞാനാ പോടാ. അത്രയധികം സന്തോഷമുണ്ട്. പുറത്തുനിന്ന് കളി കണ്ടുവന്ന സിജോ. ഈ പറയണവർക്കൊക്കെ കപ്പ് കിട്ടിയത് തന്നെ. സിജോ കൺഗ്രാറ്റുലേഷൻസ്. ഈശ്വര, നടിപ്പിൻ നായിക. നന്ദനെ കരച്ചിൽ വരെ നീ അഭിനയിച്ച് കാണിക്കും. സിജോ ചേട്ടാ, എനിക്ക് ചേട്ടനെ പറയുന്നേ. സിജോ ആണ് റണ്ണറപ്പ് ആയിട്ട് പറഞ്ഞത്. Love you all. Thank you so much. നടക്കില്ലെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. വിന്നറായിട്ട് ഋഷി ഇപ്പുറത്ത് നിന്നേനെ. താങ്ക് യു. ഓ, ഋഷി സെക്കൻഡ്. എന്റെ വിഷമങ്ങളിലും സന്തോഷത്തിലും കൂടെ ഉണ്ടായിരുന്ന ശ്രീധു ആയിരുന്നു. വിഷമ സമയത്ത് കൂടെ നിന്ന എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ശ്രീധു വേണ്ട. ജാസ്മിനെ സ്നേഹിച്ചതിന്, സ്പീച്ച് പറയുമ്പോ ജാസ്മിൻ കരയിപ്പിക്കലട പൊന്നു പോലെ, കൈപിടിച്ച് നടന്നതിന്, കരുതലിന്, ഇത് കേൾക്കുമ്പോഴാണ്. നമസ്കാരം, ഞാനിതാ എന്റെ ട്രോഫി പിടിച്ച്. ബിഗ് ബോസ് ഇങ്ങനെ വെറുതെ ടാസ്ക് കൊടുത്ത ആ പാവങ്ങൾക്ക് മോഹം കൊടുക്കല്ലേ പ്ലീസ്. നീ വീടിന്റെ വിളക്കാണ്, നീ അണയരുത്. ജിൻഡോ വീടിന്റെ വിളക്കല്ല, പന്തോ പന്തം ഒരാളാണ് അൻസിബ വിൻ ചെയ്യണമെന്ന് സത്യമായിട്ടും പറഞ്ഞതാ. ശരിക്കും ഞാൻ തന്നെയാ. വന്നിട്ട് എന്റെ നൻപൻ അർജുനാണ്. നൻപൻ അർജുൻ. നൻപന്റെ മീനിങ് എന്താ? Yes, Siri. What's the meaning of നൻപൻ? ഫ്രണ്ടാ. കളി കഴിച്ചപ്പോ അർജുനെ ഫ്രണ്ട് സോൺ ആക്കി. പവർ ടീം രാജിവെക്കുക എന്നിടയ്ക്ക് പറയുന്നുണ്ട്. പവർ ടീം രാജിവെക്കണം എന്നുള്ള ആവശ്യമായിട്ട് വന്നേക്കാണ് നമ്മുടെ നോറത്ത. ഡാമേജ് ചെയ്തിട്ട് പവർ ടീം എന്ത് നടപടി എടുത്തു? ശ്രീരേഖ ചേച്ചിനോട് പറയണേ, ഇന്നലെ അപ്സര അവിടെ പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിനൊരു ആക്ഷൻ എടുത്തോ. അപ്പൊ ശ്രീരേഖ, നിങ്ങളോട് ഇന്നലെ അത് കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് കളിച്ചോ? ബിഗ് ബോസ് പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ഫസ്റ്റ് ആക്ഷൻ എടുക്കുന്നത് നിങ്ങൾക്കെതിരെയാണ്. നോറ, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, അത് ഫൗളാ. ശരണ്യ മൈക്ക് ധരിക്കൂ. അത് കഴിഞ്ഞ് ശരണ്യയും അപ്സരയും മൈക്ക് ഇടാതെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പുറത്ത് നിന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു മൈക്ക് ഇടാൻ. അപ്പൊ 2 മോടി ബാത്റൂമിൽ കയറി. നമ്മുടെ ശ്രീധു വന്നു കഴിഞ്ഞപ്പോ ആരെയും കാണാനില്ല. അപ്പൊ അവര് പറഞ്ഞു ബാത്റൂമിലായിരുന്നു. അപ്പൊ ശ്രീധുവിന്റെ മൈൻഡില്
ഈശ്വര, നീ ബാത്റൂമിന്റെ അകത്ത് കയറുമ്പോ മൈക്ക് ഇടേണ്ട വരോ? അതല്ലേ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത്. എവിടെ മെയിൻ എപ്പിസോഡ് കാണാത്തവർ കണ്ടിട്ട് വരാം. നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ പിൻഡ് കമന്റിലും ലിങ്ക് കൊടുക്കുന്നതാണ്. ഇങ്ങനെയാണ് ലാസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കാം. പവർ ടീമിലേക്ക് കയറാനുള്ള ചലഞ്ചിന് ശേഷം ബാത്റൂമിൽ വന്നിരുന്ന ഒരു ഗ്യാങ് ഇരുന്ന് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കേട്ടു നോക്കാം. ഇങ്ങനെ ഫോഴ്സ് യൂസ് ചെയ്യും. ആദ്യമേ ക്യാപ്റ്റൻ പറയണമായിരുന്നു. ഫോഴ്സ് ചെയ്യായിരുന്നു. ഹോൾഡ് ചെയ്യാനേ പറ്റില്ല. ഇപ്പൊ ക്യാപ്റ്റനായ കുറ്റം. അപ്പം ക്യാപ്റ്റൻ പറയാണ് ഫൗൾ, ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ആൻസർ. ശ്രീതു, നീ ഒരു കാര്യം ആലോചിക്കണം. നിന്നെ അവർ അത്ര പേര് കുറ്റം പറഞ്ഞപ്പോ അവിടെ കേട്ടുകൊണ്ടിരുന്നവനാണ് അവൻ. അവനെയാണ് നീ സപ്പോർട്ട് ചെയ്യണത്. നീ ഓർത്തോ? അയ്യേ, എന്തിനു നിങ്ങളെ എങ്ങനെയുണ്ട് രോഗം? രോഗം എങ്ങനെയുണ്ടെന്നാ? എന്ത് രോഗം? തൊണ്ട വയ്യാത്തോണ്ടാണ് ഞാൻ അവിടെ മാറിയുന്നത്. അപ്പൊ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം, നന്ദനയും ജാസ്മിനും തമ്മിൽ ഒരു വഴക്കുണ്ടായിരുന്നു. അതിനുശേഷമുള്ള കോൺവെർസേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇരുട്ട് കയറാൻ തുടങ്ങി. ഒരു മിനിറ്റ് ഓ, കണ്ണിൽ ഇരുട്ട് കയറിയുണ്ടോ നോക്കാഞ്ഞ്? കുറെ പേര് പറയണത് നീയും ഗബ്രിയും ഒത്ത് കളിച്ച് അവരെ ജയിപ്പിച്ചതാണ്. ശരണ്യനെ നിനക്ക് കാണായിരുന്നു, നീ അന്നും കൂടി പോയി നോക്കി കാണായിരുന്നു എന്നൊക്കെയാണ് പറയണത്. ഇപ്പൊ ഞാൻ എന്നിട്ട് അപ്പൊ അതിന്റെ ഭ്രാന്ത് ഇതിന്റെ ഭ്രാന്ത് ഇത് കണ്ടുമില്ല, അത് ഒട്ടിച്ചില്ല, കളിയും തോറ്റ് വന്നേക്കാ. എന്നിട്ട് ഇന്ന് ന്യായീകരിക്കുന്നത് എന്റെ ടീമാണ്. എനിക്ക് അവരുടെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ. എന്നാ എനിക്ക് ഗബ്രി വലുതുമാണ്. ഗബ്രി വലുതോ? ചടാ, അത് ഞാൻ പറയാം. കഴുകിയിട്ടില്ല. ഇതൊക്കെ അവരവർ ചെയ്യും. ജാസ്മിൻ പാത്രം കഴുകാൻ വന്നപ്പോ ഫുൾ പാത്രം. ജിൻഡോ ചേട്ടനെ വിളിക്കാൻ പോയപ്പോ പുള്ളി അവിടെ നിന്ന് സിഗരറ്റ് വലിക്കാം. എവിടെയും ഒന്ന് ഇരുന്നാ മതി. അപ്പൊ ഗബ്രി ഒന്ന് സഹായിക്കുന്നുണ്ട്. എന്തിനാ ജാസ്മിനെ ഗബ്രീനെ കണ്ണൂറ്റി നോക്കണേ? പാത്രം കഴുകാൻ. അത് കഴിഞ്ഞ് ജിൻഡോ വന്നു കഴിയുമ്പോ ജാസ്മിൻ വാ കാക്ക പാത്രം കഴുകു. നമുക്ക് രണ്ടാം കൂടി കഴിയാം. ഞാൻ ഇപ്പൊ കൊറേ കഴുകി വെച്ച്. ജിൻഡോ, നമുക്ക് രണ്ടുപേർക്കും കൂടി കഴുകാൻ. ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ കഴുകണേ. ചേട്ടാ കഴുകിട്ട് വരാം. അപ്പൊ ജിൻഡോ, അതെ ക്യാപ്റ്റൻ എന്ന സിവിന്റെ പെട്ടി പാക്ക് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് പോയി പാക്ക് ചെയ്തിട്ട് വരാം. ഞാൻ വേണമെങ്കിൽ കഴുകി വയ്ക്കാം, കുഴപ്പമില്ല. പോയി പാക്ക് ചെയ്തോ, ഞാൻ ചെയ്തോളാം. ചേട്ടൻ അവിടെ നിന്ന് പൊക്കോ, ഞാൻ കഴുകിക്കോളാന്ന് ഗബ്രി പറഞ്ഞു. അപ്പൊ പാത്രം കഴുകി നിർത്തി ജാസ്മിൻ തിരിച്ചു വന്ന് ഗബ്രീനെ സഹായിക്കുന്നു. മാറ്. പൻസിബിയും ഋഷിയും കൂടിയുള്ള ഒരു സംഭാഷണം കേട്ടിട്ട് വരാം. പവർ റൂം തിരിച്ചു പിടിച്ചതിന്റെ സന്തോഷത്തില. അവൻ നോമിനേഷനിൽ വന്നവൻ പോകുന്നവനറിയാം. അൻസിബ അവൻ പവർ റൂമിൽ നിന്ന് ഇറങ്ങി അപ്പൊ അവന് നോമിനേഷനിൽ സീൻ കിട്ടും. അതാണ് അവൻ ഇറങ്ങാത്ത. അവൻ ഒട്ടും മനുഷ്യത്തില്ലാത്തൊരുത്തൻ. പക്ഷെ അവനെക്കാളും വലിയ നെഗറ്റീവാണ് എനിക്കറിയാം. ഇവരൊക്കെ ആരും വോട്ട് ചെയ്യാനാണ്. അവർ രണ്ടുപേരും ഒരേ വൈബാണ്, അതുകൊണ്ടാണ് കമ്പനി ആയത്. ഇവർക്ക് നെഗറ്റീവ് ആവുന്നൊക്കെ ഇതൊക്കെ എങ്ങനെ ഇവർക്ക് അറിയുന്നത് എനിക്ക് മനസ്സിലാവണില്ല. അവരുടെ ആക്റ്റും ഫേക്കും എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോ ലോകത്തിന് കഥ അറിയാതെ എന്നൊക്കെ പാട്ടുണ്ടാക്കി വെച്ചിട്ട് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവർക്കും അറിയാം ജാസ്മിനും ഗബ്രിക്കും പുറത്ത് നെഗറ്റീവ് ആണ്. പുള്ളി ഒറ്റ അടിക്ക് എനിക്ക് മനസ്സിലായി, പുള്ളി കളിക്കാൻ വേണ്ടിയല്ല. അത് കഴിഞ്ഞ് ഗബ്രി എന്ന് പറയാണ്, ജിൻജോ ഇങ്ങനെ പിടിച്ചോണ്ടാണ് ഞാൻ കഴുത്തി പിടിച്ച് കുത്തിയത്, അല്ലാണ്ട് എനിക്ക് പുള്ളിനെ ഉപദ്രവിക്കാൻ ഒരു പരിപാടി ഉണ്ടായി. പിന്നെ പുള്ളി പഠിപ്പിച്ച ഡിഫൻസ് ടെക്നിക്കാണ്. ഒന്നും നടന്നില്ലെങ്കിൽ മുടിയുമ്പോ പിടിച്ച് ബാക്കിലേക്ക് വലിക്കാൻ. പിന്നെ പുള്ളി പഠിപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ മുടിയുമ പിടിച്ച് വലിക്കുന്നത്. അങ്ങനെ ഞാൻ വലിച്ചിട്ടും പുള്ളിക്ക് മുടിയില്ലാത്തതുകൊണ്ട് പുള്ളിക്ക് വേദന എടുത്തില്ല. മുടിയിൽ പിടിച്ചാൽ ഇല്ല, ആകെ കുറച്ച് മുടിയുള്ളൂ. ഓ ശരിടാ. പുള്ളിയെ ഉപദ്രവിക്കണം എന്നുള്ളതല്ല എന്റെ ആവശ്യം. എന്റെ ആവശ്യം പുള്ളിയെ വിടിയിപ്പിക്കണം എന്നുള്ള. ഗബ്രി, ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നീ ഒന്ന് സൂക്ഷിച്ചോ, പുള്ളി നിനക്ക് നല്ല പണി തരും. ബിഗ് ബോസ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് പുള്ളി കൈവിട്ടത്. ആ അങ്ങനെ പറ, അല്ലെങ്കിൽ ഇന്ന് ഗബ്രി ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ ഉണ്ടാവില്ലായിരുന്നു. ഇന്നലെ തന്നെ പണി തീർന്നേനെ. വലിച്ചു ഇപ്പഴാ കൈ അങ്ങ് വിട്ടത്. വെറും 22 മിനിറ്റ് ആണ് പ്ലസ് എപ്പിസോഡ് ഉണ്ടായിട്ടുള്ളൂ. ബിഗ് ബോസ് വീട്ടിൽ ഇപ്പൊ പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നും ഇല്ല. ആകെയുള്ള കോണ്ടന്റ് ജാസ്മിന്റെയും ഗബ്രിയുടെയും സംസാരവും, പിന്നെ എന്തെങ്കിലും ഗെയിമിൽ അടി വന്നാൽ അതും. ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ എടുത്തു നോക്കി അറിയാം. ഒരു അരമണിക്കൂർ ആ ഗെയിം ആയിരുന്നു, പിന്നെ ഒരു അരമണിക്കൂർ ഇവരുടെ അടിയായിരുന്നു. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ബിഗ് ബോസ് പ്ലസിന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ടാറ്റാ.